ഇത് ഓഷന്റെ യൂണിക് ടാങ്കാണ്. യൂണിക് ടാങ്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ബോട്ടം സപ്പോർട്ടുള്ള ഒരു സെൽഫ് ക്ലീനിങ് ടാങ്കാണ്. ഇത് ഒരു 3 ലെയർ ടാങ്കാണ്. ഇതിന്റെ പുറത്ത് UV സ്റ്റെബിലൈസിംഗ് മെറ്റീരിയൽ, ഇതിന്റെ ഔട്ടർ ലെയർ, പിന്നെ മിഡിൽ വന്നിട്ട് ഫോം ലെയറിൽ ഒരു ബ്ലാക്ക്, പിന്നെ ഇതിന്റെ ഇന്നർ ലെയർ എന്ന് പറയുന്നത് വെച്ചാൽ ആന്റി മൈക്രോ മാസ് ബാച്ച് ഉപയോഗിച്ചിട്ടുള്ള ഇന്നർ ലെയർ കൊണ്ടുണ്ടാക്കിയ ടാങ്കാണ് ഇത്. ആ ഇന്നർ ലെയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അണുക്കള്, പിന്നെ ഈക്കോളി ബാക്ടീരിയ, മറ്റ് നമുക്ക് ശരീരത്തിന് ദോഷകരമായ ബാക്ടീരിയകളെല്ലാം നശിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക മാസ്റ്റർ ബാച്ചാണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മൈക്രോവാൻ എന്ന് പറയുന്ന കമ്പനീന്റെ മാസ്റ്റർ ബാച്ച് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഇന്നർ ലെയർ നമ്മൾ പ്രോസസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിൽ മറ്റേ അണുക്കള് ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ 10 മണിക്കൂർ വെള്ളം ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ആ അണുക്കള് നശിക്കുന്നതാണ്. ഇതിന്റെ ഔട്ട്ലെറ്റ് നമ്മൾ എടുക്കുന്നത് ഈ പോർഷനിലാണ്. ഇവിടെ നമ്മൾ ഔട്ട്ലെറ്റ്. പിന്നെ ഇതിന്റെ ഡ്രെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ അടിഭാഗത്ത്, ഇതിന്റെ ടാങ്കിന്റെ ബോട്ടം സൈഡിൽ നമുക്ക് അതിന്റെ ഡ്രെയിൻ ഉണ്ട് അവിടെ. ആ ഡ്രെയിന് നമ്മൾ ഒരു സാധാരണ ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ടാങ്കിന് മുഴുവൻ വെള്ളം നമുക്ക് ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും പോർഷനിൽ അടിഭാഗത്ത് വെള്ളം അവിടെ നിൽക്കും. ഈ ടാങ്കിന്റെ ഇവിടെ കുറച്ച് ഫിറ്റിങ്സും കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ബോട്ടമിൽ ഫിറ്റ് ചെയ്യാനുള്ള ഈ ഡ്രെയിൻ കപ്ലിങ് ടാങ്കിന്റെ ബോട്ടം പോർഷനിൽ വരിക. അപ്പം നമ്മൾ എന്ന് ഈ ഡ്രെയിൻ വാൾവ് തുറന്നു കഴിഞ്ഞാലും ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ, ടാങ്കിൽ കിടക്കുന്ന വേസ്റ്റ് വെള്ളം മുഴുവൻ ഈ ഡ്രെയിനിലേക്ക് കൂടി അഴുക്ക് മുഴുവൻ പോകുന്നതാണ്. നമ്മൾ മോട്ടറിന്റെ ലൈൻ ഓണാക്കി കുറച്ച് ഫ്രഷ് വെള്ളം അതിൽ വെള്ളം ചാടിക്കഴിഞ്ഞാൽ ഈ അഴുക്ക് വെള്ളം മുഴുവൻ ഡ്രെയിനിലേക്ക് കൂടി ടാങ്കിലേക്ക് കൂടി ഫുള്ളായിട്ട് പുറത്തേക്ക് പോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതിനാവശ്യമായ പൈപ്പ്, എൽബോ, പിന്നെ അതിൻ്റെ ഒരു വാൾവ്, അതും കൂടി ഈ ടാങ്കിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ 100% ഡ്രെയിൻ ഔട്ട് എന്ന് പറയുന്നത് ഈ പോർഷനിലാണ്. ഇതിവിടെ ബോട്ടം പുറത്തോട്ട് ഒരു കുഴിയായിട്ടുള്ള ഇതിലാണ് നമ്മൾ വേസ്റ്റ് കപ്പിൾ ഫിറ്റ് ആക്കുന്നത്. അപ്പൊ ടാങ്കിൽ ഈ പ്രതലത്തിലുള്ള അവസാനത്തെ തുള്ളി വെള്ളം വരെ ഇതിലേക്ക് കൂടി വന്നിട്ട് നമ്മളെ ഈ ബേസിൻ്റെ അകത്തേക്ക് കൂടി ഇവിടെ നമ്മളെ എൽബോവും പൈപ്പും വാളും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ വേസ്റ്റ് വെള്ളം വരെ ഇതിലെ കൂടി തുറന്ന് പുറത്തേക്ക് പോകും. ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു ഫുൾ ബോട്ടം സപ്പോർട്ടുള്ള ബേസാണ്. സാധാരണ നമ്മൾ ചില ടാങ്കുകൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് ബോട്ടം സപ്പോർട്ട് ഉണ്ടാവില്ല. ഇതിന് 100% ഫുൾ ബോട്ടം സപ്പോർട്ടുള്ള ടാങ്കാണ് ഇത്. ഈ ടാങ്ക് 100% വെർജിൻ ഗ്രേഡ് മെറ്റീരിയലോട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ ടാങ്കിന് ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്വയം ശ്വസിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് എന്ന് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുക. സാധാരണ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ വെള്ളം എപ്പോഴും മോട്ടറിൽ നിറച്ചു കഴിഞ്ഞാലും കുറച്ച് ഭാഗം എയർ ഗ്യാപ്പ് നമ്മൾ ഉണ്ടാവും. വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ച് ആ എയർ ഗ്യാപ്പ് നമ്മൾ ടെറസിന്റെ മുകളിൽ ടാങ്ക് വെക്കുന്നിടത്തോളം കാലം ഇതിനുള്ളിലുള്ള എയർ വളരെ ചൂടാവും. ആ ചൂടായ എയർ പുറത്താൻ വേണ്ടി സാധാരണ വാട്ടർ ടാങ്കിൽ അതിന് സംവിധാനം കറക്റ്റായിട്ട് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ എയർ ബ്രീത്തർ കൊടുക്കുന്ന കാരണം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എയർ പ്രഷർ ഈ നമ്മളെ ബ്രീത്തർ വഴി ഇത് റിലീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഉള്ളിൽ കിടക്കുന്ന വെള്ളം എപ്പോഴും ഫ്രഷ് വെള്ളമായിട്ട് അങ്ങനെ തന്നെ എപ്പോഴും നിൽക്കും. പിന്നെ ഇതിൻ്റെ ലിഡ്, സാധാരണ വാട്ടർ ടാങ്കിൽ ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഔട്ടർ ലിഡ് മാത്രമേ ഉണ്ടാവുക. ഇതിനൊരു ഇൻസെക്ട് ഇൻസൈഡ് പോകുന്നതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ലിഡും കൂടി കമ്പനി ഇതിനോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അഡീഷണൽ കവറും കൂടി ഉള്ള കാരണം ഇതിലേക്ക് ഒരു അഴുക്കോ സാധനങ്ങളോ ഒരു ജീവിയോ ഒന്നും യാതൊരു കാരണവശാലും വെള്ളത്തിലേക്ക് പോവില്ല. അതാണ് ഈ ടാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ടാങ്ക് സാധാരണ ടാങ്കിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഈ ഇൻബിറ്റ്വീൻ ഒരു ഇൻസുലേറ്റഡ് ലെയർ ഉള്ള കാരണം ഈ പുറത്തെ ചൂട് നമ്മൾ വെള്ളത്തിലേക്ക് അങ്ങോട്ടേക്ക് കടന്നു പോവില്ല. സാധാരണ ഏറ്റവും കൂടുതൽ ചൂട് കടന്നു പോകുന്നത് ടാങ്കിന്റെ ടോപ്പ് ഭാഗത്തേക്ക് കൂടിയാണ്. അവിടെ ഒരു ഡബിൾ ലെയർ ലിഡും പിന്നെ ഈ അഡീഷണൽ നമ്മൾ ഈ നെറ്റും കൂടി ഉള്ള കാരണം മേളിലേക്കുള്ള ചൂടും ഈ വെള്ളത്തിലേക്ക് അധികം എഫക്റ്റ് ആവില്ല. പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ 25 വർഷമായിട്ട് നിലവിലുള്ള ഒരു കമ്പനിയാണ്. മാർക്കറ്റിൽ 25 വർഷമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സസ്റ്റൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിനും കൂടിയാണ് നമ്മൾ. അതിന് എന്താ കാരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ 100% വെർജിൻ ക്വാളിറ്റി മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്നത്. ബേസിക് റോ മെറ്റീരിയൽ വാങ്ങിച്ച് പ്രോസസ് ചെയ്ത് ഈ ടാങ്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി നമുക്ക് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും.